നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന 3 ആളുകളുടെ റീഡിംഗ് ആണ്. 3 ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ റീഡിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ 3 തരം സ്റ്റോൺസ് ആണ് എടുത്ത് വെച്ച മുത്തുകളാണിത്. ഇത് ബ്ലൂ, ഇത് പിങ്ക് ആണ്, ഇത് ഗ്രീൻ ആണ് കേട്ടോ. 3 തരമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കാണാമോ നിങ്ങൾക്ക്? 3 തരമാണ്. ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചോളൂ. ഈ 22 ഫെബ്രുവരി 2026 ആണ്. ഇന്ന് മുതൽ ഈ മാസം അവസാനം 28 ഫെബ്രുവരി 2026 വരെ അതിനുള്ളിൽ ആരാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ആരൊക്കെയാണ് വരുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ ഈ ഒരാഴ്ചക്കുള്ള നിങ്ങളുടെ എനർജീസ് ആണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആദ്യം നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ ആദ്യം ഓറക്കിൾ മെസ്സേജ് ആണ് എല്ലാവരും നോക്കുന്ന പോലെ ഓറക്കിൾ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. പലർക്കും ഉള്ള മെസ്സേജ് ഇതിനകത്ത് വരും. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാൻ ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. എനിക്ക് തോന്നുന്നു ഈ 2 കാർഡുകളേ ഉള്ളൂ എന്ന് തോന്നുന്നു, വേറൊന്നും വന്നിട്ടില്ല. അപ്പോ ഇവിടെ 2 കാർഡ് വന്നേക്കുന്ന ഒരു കാർഡ് ഡിവൈൻ വിസ്ഡം, അതിനെ കുറിച്ചാണ് പറയുന്നത്. ലിസൺ ടു യുവർ ഇന്നർ വോയിസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് എന്താണ് പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളുടെ തോന്നലാണെന്ന് പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങളും ദൈവം കാണിച്ചു തരുന്ന പല കാര്യങ്ങളും നമ്മൾ തട്ടിക്കളയാറുണ്ട്, ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത നമ്മളൊരു കാര്യം പോകുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ മനസ്സിലിരുന്ന് ആരത് ശരിയാവില്ല, അങ്ങോട്ട് പോകണ്ട, പണിയാകും എന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ തട്ടി മാറ്റിയിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്. ചില സമയത്ത് നമുക്കത് പണിയാകാറുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് നിങ്ങളോട് എന്താണ് നിങ്ങളുടെ കോൺഷ്യസ്നെസ്, അന്തരാത്മാവ് എന്താണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന് വില കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും ഒരു വഴികാട്ടിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഹെൽപ്പിംഗ് ഹാൻഡ്. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അത് ഒരു ദുരുദ്ദേശത്തോടു കൂടി ആയിരിക്കരുത്. ഒരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഒരാളെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതൊക്കെ സെൽഫിഷ് ആയ കാര്യങ്ങളായിരിക്കും. അതിനൊന്നും നല്ല ഗുണമായിരിക്കില്ല വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ സഹായിക്കുമ്പോൾ നിസ്വാർത്ഥമായിട്ട് സഹായിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾക്ക് ദൈവമാണ് തരുന്നത്. നമ്മൾ ആർക്കാണോ കർമ്മം ചെയ്യുന്ന അവരല്ല നമുക്ക് ഫലം തരേണ്ടത് എന്നാണ് ഈ 2 കാർഡുകളാണ് പറയുന്നത്. അപ്പൊ ചില സമയത്ത് ഇതിങ്ങനെ ഈ ഒരു ഹെൽപ്പിംഗ് ഹാൻഡിന്റെ കാർഡ് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഒരു എന്റെ പരിചയത്തിൽ ഒരു പെൺകുട്ടി, അവള് ഒരാളായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോ അയാള് ഒറ്റയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നത്. ഇപ്പോൾ ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മുഴുവനും, എല്ലാ സാധനവും, മിക്സി, എല്ലാ സാധനവും മേടിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഇതിപ്പോ ഇവര് കല്യാണം ഫിക്സ് ചെയ്തിട്ടില്ല, കല്യാണം എപ്പോഴാണെന്നും അറിയില്ല, ഒന്നും ആയിട്ടില്ല, അയാളാണെങ്കിൽ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടില്ല, ഇവളുടെ ഒരു ഇഷ്ടമാണ് അയാളോട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ചെയ്തു, അത് കുഴപ്പമൊന്നുമില്ല, നാളെ അപ്പൊ ഇയാൾ ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് തോന്നും, അയ്യോ ഇത്രയും സാധനങ്ങളൊക്കെ അവള് മേടിച്ചു തന്നല്ലേ, അപ്പൊ പിന്നെ ഇവളെ കല്യാണം കഴിക്കാതെ വേറെ ആരെയും കല്യാണം കഴിച്ചാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ കല്യാണം കഴിക്കും. അയാൾ കല്യാണം കഴിച്ചില്ല, അയാൾ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഈ സാധനങ്ങൾ അയാളുടെ ഭാര്യ അത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ വല്ല കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ് എനിക്ക് ഈ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞപ്പോ, ഇത് സെൽഫിഷ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു ആ പെൺകുട്ടിയുടെ. അതാണ് എനിക്കിപ്പോ ഓർമ്മ വന്നത്. ഓക്കെ, ഫൈൻ. ഇത് 3 കാർഡുകൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ ഈ ആഴ്ചത്തെ എനർജിയാണ്. നമുക്ക് നോക്കാം. ഇതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് മിക്കവാറും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്ന് കയറുക. നമ്മളുടെ മനസ്സിനുള്ളിൽ എന്തൊക്കെയാണോ അത് നമ്മൾ പറയാതെ യൂണിവേഴ്സിനെ മനസ്സിലാക്കി അങ്ങനെയുള്ളവരെയാണ് നമ്മളെ ജീവിതത്തിലേക്ക് തള്ളി അയക്കുക. അപ്പൊ ഈ ഒരു എനർജി അനുസരിച്ചായിരിക്കും ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 2ഉം 3ഉം മാറ്റി വെക്കാം. ഇത് 2, ഇത് 3. എനിക്ക് മാറിപ്പോകുന്നത് ഞാൻ തന്നെ പറഞ്ഞത്, സോറി.
ഇത് ഒന്നാമത്തേതാണ്. ഇത് ഏത് കാർഡാണെന്ന് നോക്കാം, എന്നിട്ട് ക്ലാരിഫൈ ചെയ്യാം. അടിപൊളി. നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആണ്. അപ്പൊ നിങ്ങൾ എന്തോ ഒരു കുതിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുക, എന്തോ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ആ ഒരു കുതിപ്പിലാണ്. അപ്പൊ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പലരും നിങ്ങളെ പലതും പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കാൻ നോക്കും, നിങ്ങൾ അതൊന്നും കേൾക്കുക, നിങ്ങൾ ഒറ്റ ബുദ്ധിയിൽ നിൽക്കുകയാണ്. എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ, ഞാൻ ഇവിടെ പോയേ ഇരിക്കുള്ളൂ. ചിലപ്പോൾ കുട്ടികളായിരിക്കും, ആരെങ്കിലും വീട്ടിലെ ആരുടെയെങ്കിലും എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോവാൻ സമ്മതിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ച ഒരു എനർജിയുമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ചേരില്ല എന്ന് എല്ലാവരും പറയുന്ന, ഫ്യൂച്ചറിൽ പ്രശ്നമാകുമെന്ന് പറയുന്ന ഒരു ബന്ധം, എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ട് കുതിക്കാൻ, എല്ലാവരിൽ നിന്നും കുതറി മാറി നിങ്ങൾ എല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആണിത്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് കുറച്ച് വയലന്റ് ആണ്, റെഡ് ആണ്, മൊത്തത്തിൽ കുറച്ചൊരു വയലൻസ്, ഞാൻ എന്തിനും റെഡി ആണ് എന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. അക്വേറിയസ്, ലീബ്ര, ജെമിനി സോഡിയാക് സൈൻ ആണ്. എന്താണ് ഇവിടെ ഈ കാർഡ് വന്നിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ എനർജിയിൽ? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നിങ്ങൾ എന്തോ ഒരു കാളയല്ല, സോറി, ഇത് എന്താ പറയാ, ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണിത്. ഇത് 7 ഓഫ് വാൻസ് ആണ്. 7 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫെൻസീവ് ഇതാണ്. ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് എടുക്കുക. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്, വ്യക്തമായ ചിന്തകളുണ്ട്, വ്യക്തമായ തീരുമാനങ്ങളുണ്ട്. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനെ കുറിച്ച് ഈ ക്വീനിന് ഒരു ചിന്തയില്ല. ആരും എന്ത് പറഞ്ഞോട്ടെ, ഞാൻ ഇതുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ, ഇതെല്ലാം ഈ മൊത്തം കാർഡുകള് ഭയങ്കര സ്ട്രോങ് ആയ കാർഡായിട്ട് നിൽക്കുകയാണ്. ക്വീൻ ഓഫ് സ്വേർഡ്സ് എല്ലാം തീരുമാനിച്ചു, ഞാൻ എന്തായാലും ഇതിന് മുമ്പോട്ട് പോകും, എനിക്കൊരു തീരുമാനമേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു ഒരു ആലോചിക്കേണ്ട കാര്യമില്ല എന്നൊരു എനർജിയാണ് നിങ്ങളുടെ എനർജി കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ കുതിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ പലരും നിങ്ങളെ എതിർക്കുന്നുണ്ട്, നിങ്ങൾ അതൊന്നും വെക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. 7 ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത്. 7 ഓഫ് വാൻസ് എന്ന ഡിഫെൻസ് ആണ്. ഒരാളെ ഡിഫെൻഡ് ചെയ്യുന്നു. നിങ്ങൾ ഈ അവസ്ഥ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. പലരും നിങ്ങളെ എതിർക്കാൻ നോക്കുന്നുണ്ട്, ഇതിലേക്ക് പോകരുത്, തടയാൻ ശ്രമിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് നെഗറ്റീവായി, ഏത് അവസ്ഥയിലേക്കാണോ നിങ്ങൾ പോകുന്നത് അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ആൾക്കാർ പറയുമ്പോഴും നിങ്ങൾ അതൊന്നും ചെവികൊള്ളുന്നില്ല. എനിക്കിതൊന്നും കേൾക്കണ്ട, ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണ് എന്നൊരു എനർജി. അപ്പൊ അതാണ് ഈ ഒരാഴ്ച കാര്യം. ഭഗവാനേ ഓം നമ ശിവായ. അപ്പൊ ആരൊക്കെയാണ് അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. കാർഡുകൾ വരുന്നത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെ ഒരു ഇത് ചിലപ്പോ നിങ്ങള് കിടപ്പ് രോഗിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആക്ഷൻ എല്ലാവരും പറഞ്ഞത് രണ്ട് തരത്തില് അർത്ഥം വരുന്നു. ഒന്ന്, ഒരു കിടപ്പ് രോഗി ആയിരിക്കണം ആ വ്യക്തിയെ സഹായിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അലിവ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു രണ്ടാം വിവാഹമായിരിക്കാം. ഈ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ, ഒരു അംഗവൈകല്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ എഴുതി തള്ളിയ ഒരാളായിരിക്കാം. അപ്പൊ ചിലപ്പോ ഇതിനെ ഒരു ഓപ്പറേഷന് വേണ്ടി പൈസ കൊടുക്കാനോ, അതല്ലെങ്കിൽ ഈ വ്യക്തിയെ പരിചരിക്കാനോ, വല്ലാത്തൊരു അവസ്ഥയിലുള്ള ഒരാളെ പോലെയാണ് കാണിക്കുന്നത്. ഈ വ്യക്തിയെ പരിചരിക്കാനോ, ഇതും അക്വേറിയസ്, ലീബ്ര, ജെമിനി ആണ് ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ആൾക്കാർ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കി, നിങ്ങൾ കുറെ ആക്ഷൻ എടുക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ വേണ്ട എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷെ ഇവിടുത്തെ കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ മനസ്സില് ഇപ്പം എല്ലാവരും, നമ്മൾ ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ നമ്മളുടെ മനസ്സിൽ അത് കയറിക്കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, അത് കുറ്റബോധമായിട്ട് മാറും. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് പിടിച്ചുലച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്തോ, അതിനു വേണ്ടി നിങ്ങൾ ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാനോ, ആ വ്യക്തിയെ വിവാഹം കഴിക്കാനോ, ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് കൂട്ടാനോ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ട എന്തോ ഒരു കാര്യം, ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഈ വ്യക്തിയിൽ അത്ര പരിതാപകരമായ സ്ഥിതിയാണ്, ഇതിൽ ഇവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു ജീവനല്ലേ, അല്ലെ? അപ്പൊ ഒരു ജീവനല്ലേ, നമ്മൾ എങ്ങനെയാണ് അത് വേണ്ടാന്ന് വെക്കുന്നത്, സഹായിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് മാക്സിമം ചെയ്യാം. നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ, ഒരു ഹോം നേഴ്സ് ആണെങ്കിൽ,
അല്ലെങ്കിൽ ഒരു സാധാരണ പൈസയുള്ള ഈ ഒരാളാണെങ്കിൽ, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരാളാണെങ്കിൽ, അപ്പോ ആൾക്കാരെല്ലാം കൈയൊഴിഞ്ഞ ഒരു വ്യക്തിയുടെ കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇന്ന് തുടങ്ങി നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പൊ 28-ാം തീയതിക്കുള്ളിൽ ഇതിന്റെ കാര്യങ്ങളാണ് നിങ്ങൾ മുമ്പോട്ട് ഇതിനുള്ളിൽ നിങ്ങൾ ആക്ഷൻ എടുക്കും. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ടാവില്ല, എപ്പോഴും നിങ്ങൾ ചിന്തയിലായിരിക്കും. പക്ഷെ 28-ാം തീയതിക്ക് അപ്പുറം നിങ്ങളുടെ ഈ ചിന്ത പോകില്ല. 28-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇതൊരു നമ്മുടെ പ്രൊഫഷനാണ്. ഡോക്ടറിന്റെ ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ നഷ്ടപ്പെടാണ്ട് നോക്കുക എന്നാണ്. ജീവൻ രക്ഷിക്കുക, എങ്ങനെ വന്നാലും എന്ത് സ്ഥിതിയിലാണെങ്കിലും ഒരു ജീവൻ രക്ഷിക്കുക എന്നതാണ് ഒരു ഡോക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ നിങ്ങൾ ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ മാക്സിമം സഹായിക്കണം എന്ന് പറഞ്ഞ ഒരു തീരുമാനം, മറ്റുള്ളവരൊക്കെ നിങ്ങൾ എതിർപ്പ് പറഞ്ഞാലും നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുമെന്നാണ് പറയുന്നത്. 28-ാം തീയതിക്കുള്ളിൽ ഒരു തീരുമാനം നിങ്ങൾ എടുക്കും. ഇത് മൊത്തത്തില് അക്വേറിയസ്, ലീബ്ര, ജെമിനായി മൊത്തത്തിൽ ചിന്തകളാണ്, കാട് കയറിയ ചിന്തകൾ. ഇത് ചെയ്യണം എന്ന് ഉള്ളിൽ പറയുമ്പോഴും അവരെല്ലാം എന്നെ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്താൽ ഇത് നെഗറ്റീവായി പോയാലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ കുറെ നേരം നിങ്ങൾ ഇങ്ങനെ ബാക്ക് ഔട്ട് ചെയ്തിട്ട് ഒറ്റ മൂച്ചിന് അങ്ങോട്ട് ചെല്ലുമെന്നാണ് പറയുന്നത്. ആക്ഷൻ എടുക്കും നിങ്ങൾ കേട്ടോ. ഇതിന് വേണ്ട ആക്ഷൻ നിങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു കിടപ്പ് രോഗിയുമാണ്, നിങ്ങളുടെ മനസ്സിന്റെ ഇപ്പൊ ചിന്തകളുമാണ്. നിങ്ങൾ ആക്ഷൻ ഇല്ലാതിരിക്കുന്നതാണ്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. ജസ്റ്റിസ്, ജസ്റ്റ് കണ്ടോ ഇവിടെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട്. ഇത് ചിലപ്പോൾ ഈ വ്യക്തി, ആൾക്കാർ നിങ്ങളോട് ചെയ്യണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോ ആണെങ്കിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, ഒന്നും ആരെയും സൈഡ് എടുക്കുന്നതുമല്ല. പക്ഷെ ഇപ്പം ഹോസ്പിറ്റലുകളിൽ കുറെ കേസുകൾ പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ രോഗികൾക്ക് ആപത്ത് വരുമ്പോ, മനസ്സിലായോ? അത് ആ ഡോക്ടറുടെ അനാസ്ഥ കൊണ്ടാണോ, അവരുടെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണോ, രോഗികളുടെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അതിപ്പോ ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നത് കൊണ്ട് മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളൊരു ഡോക്ടറോ ഹോം നേഴ്സോ എന്തോ ആയിക്കോട്ടെ, അതിപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്താല് അത് നെഗറ്റീവ് ആയെങ്കിൽ അത് പോലീസ് കേസ് ആവും, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ സ്ട്രെസ് ഒക്കെ നിങ്ങൾക്ക് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളോട്. പക്ഷെ നിങ്ങൾ അതിനെല്ലാം അവഗണിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കും ഈ ഒരാഴ്ചക്കുള്ളിൽ. ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ബാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് അക്വേറിയസ്, ലീബ്ര, ജെമിനായി ആണ്. ഇത് ലീബ്ര സോഡിയാക് സൈൻ ആണ് കാണിച്ചത്. അപ്പൊ അതാണ് ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ കാർഡ്. ഇനി ഞാൻ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭഗവാനെ, ശിവായ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കാർഡ് എന്താണെന്ന് നോക്കാം. ഇതൊരു 4 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. ഇതൊരു വിവാഹമോചനം പോലെയാണ് കാണിക്കുന്നത്. ഇതൊരു മാരേജിന്റെ കാർഡാണ്. ഇതൊരു ഹൗസ് വാമിങ്ങിന്റെ കാർഡാണ്. ഒരു സെലിബ്രേഷന്റെ കാർഡാണ്. അത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ സെലിബ്രേഷൻ നടക്കേണ്ടത് അത് നടന്നില്ല. അപ്പൊ സെലിബ്രേഷൻ പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ പൈസ ഒത്തില്ലായിരിക്കാം, ചിലപ്പോൾ ആളുകള് കൂടിയില്ലായിരിക്കും, ചിലപ്പോൾ പണി തീർന്നിട്ടുണ്ടാവില്ല. വീടാണെങ്കിൽ വീട് പാലാഴ്ചയിൽ നീട്ടി വെക്കേണ്ടി വരാം, വിവാഹം നീട്ടി വെക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതുകൊണ്ട് ഇപ്പൊ നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീട്ടി വെക്കുന്നു എന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹം കഴിച്ചവരാണെങ്കിൽ ഒരു വിവാഹ ഡിവോഴ്സിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും കൂടിയാണിത്. 4 ഓഫ് വാൻഡ്സ് ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. ഇതെന്താണ് ഇവിടെ വന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ എനർജി ഇപ്പോൾ ഈ ഒരു എനർജിയാണ്. ഒരു സങ്കടത്തിന്റെ ഒരു എനർജിയാണോ, നിരാശ, അങ്ങനത്തെ ഒരു എനർജിയാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കാതെ ആവുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ആശിച്ച ഒരു കാര്യം ചെയ്തിട്ട് അത് നഷ്ടത്തിലേക്കോ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഫലം കിട്ടിയില്ല, വളരെ നെഗറ്റീവായ ഇതാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. 10 ഓഫ് വാൻഡ്സ് ആണ്. പ്രാരാബ്ധം വളരെയധികം ഭാരമായിട്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥ. ഒട്ടും ഇതിനി തുടരാൻ പറ്റില്ല. അപ്പൊ ഒരു വിവാഹത്തിന്റെ ഒരു ബന്ധം, ഏതെങ്കിലും ഒരു സ്നേഹബന്ധമാണെങ്കിൽ ഇനി ഇത് തുടരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് രണ്ടാമതൊരു തുടക്കം ഇതിനില്ല എന്നൊരു ചിന്ത ആരുടെയോ മനസ്സിൽ അതൊരു ഭാരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാരത്തിലാണ് നിങ്ങളുടെ എനർജി. അപ്പൊ 28-ന് മുമ്പ് എന്താണ് ഇതിലേക്ക് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ. എന്താണ്
28-ാം തീയതിക്കുള്ളില് എന്താണ് ഇതിലേക്ക് വരാൻ പോകുന്നത് ഭഗവാനെ? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ചിലര് വിവാഹമോചനം ആഗ്രഹിക്കുന്നവരായിരിക്കാം, ചിലര് വിവാഹമോചനം ആഗ്രഹിക്കാത്തവരായിരിക്കാം. മറ്റുള്ളവര് ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് വിവാഹമോചനം ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നവരായിരിക്കാം. ഇവിടെ ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 28-ാം തീയതിക്കുള്ളില് ഒരു ട്രാൻസ്ഫോർമേഷൻ, ശരിക്കും പറഞ്ഞാൽ ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ മരണം ഒന്നിന്റെയും അവസാനമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ മരണം വേറൊരു ഇതിന്റെ തുടക്കമാണെന്ന്, ഒരു അവസാനം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് ഒരു തുടക്കം, അങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആരോ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ ഒരു തുടക്കം, ഈ ഡിവോഴ്സിലേക്ക് പോകണ്ട, ഇതൊരു വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം, എനിക്ക് ബന്ധം വേർപെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ, അപ്പൊ 28-ാം തീയതി ആണ് ഡേറ്റ് തന്നിരിക്കുന്നത് ഡിവോഴ്സിന്റെ ഫൈനലൈസേഷൻ എങ്കിൽ, ഡിവോഴ്സ് ആവണമെന്നല്ല, എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിച്ച് ചെയ്യാൻ വിചാരിച്ചത് അതിന്റെ ഒരു ഫൈനലൈസേഷൻ വരുന്നത് 28-ാം തീയതിക്കുള്ളിലാണ്. അപ്പൊ 28-ാം തീയതിക്കുള്ളിൽ എന്തെങ്കിലും ഒരു മിറക്കിൾ നടക്കും, ഇത് ഇങ്ങനെ അവസാനിച്ചു പോകില്ല എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അത് 28-ാം തീയതിക്കുള്ളില് അങ്ങനെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നല്ലതൊന്നും ഇതിനകത്ത് വരില്ല എന്നാണ് പറയുന്നത്. ഇവിടെ വരാൻ പോകുന്നത് ഒരു അവസാനമായിരിക്കും, ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് 28-ാം തീയതി, ചിലപ്പോൾ 28-ാം തീയതി ആയിരിക്കും ഡേറ്റ് തന്നേക്കുന്നത്, പക്ഷെ ചിലപ്പോൾ മിക്കവാറും നീട്ടി വെക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊരു അവസാനമല്ല, നീട്ടി വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ 28-ാം തീയതിക്കുള്ളിൽ ഒരു ഡിസിഷൻ നടക്കില്ല എന്നാണ് പറയുന്നത്. ഇത് സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. എന്തുകൊണ്ടാണ് ഡെത്ത് കാർഡ് റിവേഴ്സ് വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് കപ്സ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഇപ്പോ പറയുന്നതല്ല പിന്നെ പറയുന്നത്, ഇന്നലെ പറഞ്ഞതായിരിക്കില്ല ഇന്ന് പറയുന്നത്. നമ്മളെല്ലാം പ്രിപ്പയർഡ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ഇന്ന് പറ്റില്ല, നമുക്ക് നാളെ നോക്കാം എന്ന് പറഞ്ഞ് ഡേറ്റ് മാറ്റി 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 പറയുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പണത്തിന്റെ നഷ്ടം. അപ്പൊ ഇവർ ഡിവോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വർണവും പണവും എല്ലാം തിരിച്ചു കിട്ടാനുള്ള ഒരു ഇതിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ, കുറെ ആയിട്ട് നിങ്ങൾ വലിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ 28-ാം തീയതിക്കുള്ളിലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളാണ് നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്നത്. അതിപ്പോ നിങ്ങളുടെ വീട് പണിയുന്ന ആളാണെങ്കിലും, നിങ്ങൾക്ക് ലോൺ തരേണ്ട ആളാണെങ്കിലും, നിങ്ങൾക്ക് ഡിവോഴ്സ് തരേണ്ട ആളാണെങ്കിലും, ഈ വ്യക്തി 28-ാം തീയതിക്കുള്ളില് ഒരു കാര്യം സെറ്റിൽമെന്റിന് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ഈ വ്യക്തി അടുത്ത് പൈസ ഇല്ല തരാനായിട്ട്. നിങ്ങളിപ്പോ വീട് പാലുകാച്ചലിന്റെ ഡേറ്റ് വെച്ചിട്ട് ഒരാളെ ഏൽപ്പിച്ച് വീട്, അപ്പൊ 28-ാം തീയതിയാണ് ഡേറ്റ് കൊടുത്ത് മാറ്റി മാറ്റി നിങ്ങൾ 28-ാം തീയതി വരെ പറഞ്ഞിട്ടുണ്ട്. 28-ാം തീയതി എനിക്ക് വീടിന്റെ പണി തീർക്കണം, അല്ലെങ്കിൽ എനിക്ക് പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്ത് പൈസ ഇല്ല. ഈ വ്യക്തി പിന്നെയും നിങ്ങളോട് സമയം ചോദിച്ചുകൊണ്ടിരിക്കും, പറ്റില്ല അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ ഡിവോഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ നീണ്ടു പോകും. 28-ാം തീയതിക്കുള്ളിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് രണ്ടാമത്തെ കാർഡ് പറയുന്നത്. അപ്പൊ ഇവിടെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളത് സ്കോർപിയോ സോഡിയാക് സൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് വരുന്നത് നോക്കാം. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ എനർജി ആയിട്ട് വരുന്നത് എംപറർ ആണ്. എംപറർ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനാണ്. എംപറർ എന്ന് പറഞ്ഞാൽ ഒരു ചക്രവർത്തിയാണ്. ചക്രവർത്തിയുടെ പോസിറ്റീവ് സൈഡാണ്. ഇത് ഏരീസ് സോഡിയാക് സൈൻ ആണ്. ഈ ചക്രവർത്തി എന്ന് പറഞ്ഞാല് എല്ലാത്തിലും മുമ്പിട്ട് നിൽക്കുന്ന ഒരാളാണ്. എല്ലാവരെയും സഹായിക്കാൻ മനസ്സിന് കനിവുള്ള ഒരാളാണ്. നല്ലൊരു അച്ഛന്റെ എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങള് ഒരു അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനെ പോലെ പെരുമാറുന്നത് ഒരു എനർജി ആയിരിക്കാം. നിങ്ങൾക്ക് എല്ലാവരോടും അപ്പൊ നിങ്ങള് കുറച്ച് പ്രായമുള്ള ഒരു എനർജി, സ്ത്രീ ആയാലും പുരുഷനായാലും പ്രായമുള്ള ഒരു എനർജിയാണ്. എല്ലാവരെയും മക്കളെ പോലെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ ചക്രവർത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചക്രവർത്തി മറ്റുള്ളവർക്ക് വേണ്ടി തീരുമാനമെടുക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ ഇപ്പോ ഈ ഒരാഴ്ച ചിലപ്പോ നിങ്ങളുടെ ഈ ഒരു അച്ഛൻ എന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പല കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ടി വരാനൊരു ചാൻസ് ഉണ്ട്. ഏരീസ് ആണ്. എന്തുകൊണ്ടാണ് നിങ്ങളെ ഒരു ചക്രവർത്തി, ഒരു അച്ഛൻ, ആ ഒരു ഇതില് നിങ്ങൾ ഇരിക്കുന്നത് എന്താന്ന് നോക്കാം. 6 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ ആരെയെങ്കിലും സമ്മതിക്കാതിരിക്കുന്നുണ്ട്. ഒരു ബാലൻസ് ഇല്ലായ്മ. മക്കളോട് പ്രശ്നത്തിലാണോ? കല്യാണം കഴിച്ച് പ്രായമുള്ള മക്കളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടായി.
ഒരു ബാലൻസ് ഇല്ലായ്മ കാണിക്കുന്നുണ്ട്. ചിലപ്പോ ഒരു കൂട്ടുകുടുംബമായിരിക്കാം, ഒരു കൂട്ടു ബിസിനസ് ആയിരിക്കാം, ആ ഒരു എനർജിയിലാണ്. അപ്പം എല്ലാവരും കൂടെ നിന്നാൽ, എന്റെ കാലം വരെയെങ്കിലും എല്ലാവരും കൂടെ നിൽക്കണം എന്ന പേരിൽ സ്വത്തൊന്നും എഴുതി കൊടുക്കാത്ത ഒരു എനർജി. എന്നുവെച്ചാൽ മക്കള് ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹം. എന്റെ കാലം വരെയെങ്കിലും നിങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണം, അതുകൊണ്ട് നിങ്ങൾ വീട് മാറി പോകരുത് എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അപ്പോ ചിലരെങ്കിലും ഇവിടെ നിന്ന് ഭാഗം വെച്ചിട്ട് പോകണമെന്നും അതല്ലെങ്കിൽ വേറൊരു വീട് വെക്കാനുള്ള പൈസ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ പുറത്തേക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. അപ്പൊ ഒരു മൊത്തത്തിൽ ഒരു ബാലൻസ് ഇല്ലായ്മ ഫാമിലിയിലുണ്ട്. നിങ്ങളാണ് ഇതിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. നിങ്ങളൊരു ചേട്ടനായിരിക്കാം, ഒരു ഭർത്താവായിരിക്കാം, അച്ഛൻ, ആരുമായിരിക്കാം. അപ്പൊ നിങ്ങളാണ് ഇത് മാക്സിമം പിടിച്ച് ഒരുമിച്ച് നിർത്താൻ നോക്കുന്നത്. പക്ഷെ പലർക്കും അതിലെ മുറുമുറുപ്പുണ്ട്. സാജിറ്റേറിയസും കാണിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ സാജിറ്റേറിയസിന്റെ നെഗറ്റീവ് സൈഡാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് 28-ാം തീയതിക്കുള്ളില് ഇവിടെ നടക്കാൻ പോകുന്നത്? എന്താണ് നടക്കാൻ പോകുന്നത്? ഫെബ്രുവരി 28, 2026 എന്താണ് നടക്കാൻ പോകുന്നത്? ഓം നമഃ ശിവായ. എല്ലാ റീഡിങ്ങിലും കാർഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു കാർഡല്ല, 2 കാർഡുകൾ ഇവിടെ ഇങ്ങനെയാണ് വന്നത്. ഈ 2 കാർഡ്, ഒന്ന് പ്രത്യാശയുടെ കാർഡാണ്, അക്വേറിയസ് സോഡിയക് സൈൻ ആണിത്. ഒരു ഹോപ്പ്, പ്രത്യാശയ്ക്ക് വകയുണ്ട്. 28-ാം തീയതിക്കുള്ളിൽ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ഒരു മകനോ മകളോ ആണ് ഇവിടെ ഒരു ഇതായിട്ട് മുറുമുറുപ്പായിട്ട് നിൽക്കുന്നത്. ഈ വ്യക്തി പണ്ടേ കൺട്രോളിൽ നിൽക്കാത്ത ഒരാളാണ്. ചിലപ്പോ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാത്ത ഒരാളാണ്. ഞാൻ എന്തിനു കേൾക്കണം എന്ന ഒരു നിഷേധി പോലെ, പുരുഷനാവാം സ്ത്രീ ആവാം, നിഷേധി പോലെയാണ് നിൽക്കുന്നത്. ആരുടെയും വരുതിക്ക് നിൽക്കാത്ത ഒരു എനർജിയാണ്. അത് നിങ്ങൾക്കൊരു വലിയ തലവേദന ആകുന്നുണ്ട്. പക്ഷെ 28-ാം തീയതിക്കുള്ളിൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കേട്ടോ, നിങ്ങൾക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. 28-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ 28-ാം തീയതിക്കുള്ളിൽ ഈ വ്യക്തിയുടെ സ്വഭാവം, പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുമെന്നാണ് പറയുന്നത്. നമുക്ക് ഈ നൈറ്റ് ഓഫ് വാൻസ് എന്താണ് ഇവിടെ വന്നേക്കുന്നത് നോക്കാം. 9 ഓഫ് വാൻസും വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ സമയം മാറും. ഈ വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് സ്വന്തം ഇഷ്ടത്തിന് പോയ ഒരാളായിരിക്കും. മറ്റുള്ളവരുടെ സംസാരം ഒന്നും വകവയ്ക്കാതെ, മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കാതെ ഇറങ്ങിപ്പോയ ഒരാളാണ് ഈ വ്യക്തി. 28-ാം തീയതിക്കുള്ളിൽ തിരിച്ചു വരും കേട്ടോ. അപ്പോ ഈ വ്യക്തി, പക്ഷെ ഈ വ്യക്തിയുടെ സ്വഭാവത്തില് അല്ല പ്രശ്നം, സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നതല്ല. ഈ വ്യക്തി ചിലപ്പോ നിങ്ങളുടെ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കാൻ പോകുന്നുണ്ടാവും. അപ്പൊ അതിനു വേണ്ടി വരുന്നതാണ്. അപ്പൊ ആരോ വ്യക്തി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുമായിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും ഈ വ്യക്തി വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ദൂരെ നിന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വിട്ടു പോയിട്ടില്ല. പൈസക്ക് ഇഷ്ടം പോലെ ആവശ്യമുള്ള ഒരാളാണ്. വീൽ ഓഫ് ഫോർച്യൂൺ അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ സമയം മാറുക, കാലചക്രം തിരിയുക എന്നാണ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് എന്ന് പറയുമ്പോൾ കാലചക്രം തിരിഞ്ഞിട്ടില്ല. ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ അധികം വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ 28-ാം തീയതിക്കുള്ളിൽ ഈ വ്യക്തി വരും വീട്ടില്. നിങ്ങൾക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു കാർഡ് കാണുമ്പോഴേ, ഒരു കാർഡ് ഇപ്പം ചിലര് കമന്റ് ഇടാറുണ്ട്, നിങ്ങള് പോസിറ്റീവായ കാർഡ് കണ്ടിട്ട് നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട്. ഇപ്പോ 2 കാർഡുകൾ ഒരുമിച്ച് വരുമ്പോ ഈ 2 കാർഡും കൂടിയിട്ടുള്ള ഒരു ഇതാണ് വരിക, അർത്ഥമാണ് വരിക. അതല്ലാതെ ഒരു കാർഡിന് ഒരർത്ഥം മറ്റേ കാർഡിന് ഒരർത്ഥമല്ല. 2 കാർഡും കൂടെ കൂടുമ്പോൾ ഒരർത്ഥം വരും. ഈ 2 കാർഡിൽ നിന്നാണ് നമ്മൾ ഒരു അർത്ഥം എടുക്കേണ്ടത്. അല്ലാതെ ഈ കാർഡിന് വേറെ അർത്ഥം, ഈ കാർഡിന് വേറെ അർത്ഥം എന്നല്ല.
അങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മളൊരു റീഡിംഗ് എടുക്കുമ്പോൾ ആദ്യത്തെ കാർഡ് വരുന്നത് വളരെ പോസിറ്റീവ് ആയതാണെങ്കിലും റീഡിംഗ് മുമ്പോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോ സ്റ്റാർ കാർഡിന് ഈ എംപറർ കണ്ടോ, ഇത് ഈ എംപറർ ആണ് ഈ വന്നിരിക്കുന്നത്. എംപറർ ആണ് ക്ലാരിഫൈ. എംപററും 7 ഓഫ് വാൻസുമാണ് വന്നിരിക്കുന്നത് ക്ലാരിഫിക്കേഷൻ. അപ്പൊ ഇവിടെ പ്രത്യാശയ്ക്ക് വകയുണ്ടെന്ന് പറയുമ്പോഴും ഇവിടെയും എംപററിന്റെ കൺട്രോളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ എംപററിനോട് പറയുന്ന, എംപററും 7 ഓഫ് വാൻസുമാണ് ഇവിടെ വന്നത്. 7 ഓഫ് വാൻസ് ഡിഫെൻഡ് ചെയ്യുക എന്നാണ്. നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അപ്പൊ ഇവിടെ എംപറർ ഒരു പ്രശ്നമാണോ എന്നൊരു സംശയം നമുക്ക് വരും. മനസ്സിലായോ? അപ്പോ എന്ന് വെച്ചാല് എംപറർ കൺട്രോളിലാണോ എല്ലാവരെയും വെച്ചിരിക്കുന്നത് എന്നൊരു സംശയം വരും. അപ്പൊ ഈ വ്യക്തി പ്രശ്നം ഉണ്ടായിരിക്കാം, പക്ഷെ ഈ വ്യക്തി പറയുന്നത് നിങ്ങളാണ് പ്രശ്നമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? എന്തായാലും വരുന്നുണ്ട് ഈ വ്യക്തി. പക്ഷെ ഇവിടെ ഒരു പ്രത്യാശയ്ക്ക് വക ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങളൊന്ന് ലൂസ് ആയിട്ട്, മീൻസ് ഒന്ന് നിങ്ങൾ ഭയങ്കര സ്റ്റിഫായിട്ടായിരിക്കുന്നത്. മനസ്സിലായോ? ഭയങ്കര കർക്കശ സ്വഭാവമുള്ള ഒരാളായിട്ടായിരിക്കുന്നത്. അപ്പൊ ഒന്ന് പതുക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. എന്നാലേ എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കുള്ളൂ. വളരെ വളരെ എന്താ പറയുക, ഡിസിപ്ലിൻ ആയിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്താ പറയാ, മക്കള് വളർന്നാല് അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, അടക്കാമരമായ എന്ത് ചെയ്യും? അപ്പൊ അടക്കാമരമാകുമ്പോ അവരെ വിടുക. നമ്മൾ അടക്കാമരത്തിന് പിടിച്ചിട്ട് നമ്മൾ മടിയിൽ വെക്കാൻ നോക്കരുത്. നമുക്കും പണിയാവും അവർക്കും പണിയാണ്, ശ്വാസം മുട്ടും, നമുക്ക് പണി കിട്ടും, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം എന്തായിരിക്കും സിറ്റുവേഷൻ. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ പ്രത്യാശയ്ക്ക് ഇവിടെ വക വേണമെങ്കിൽ ഈ എംപറർ, ഈ ചക്രവർത്തി ഒന്ന് അയയണം, ഒന്ന് സോഫ്റ്റ് ആവണം. മനസ്സിലായോ? വലിയ മക്കളെ, നമ്മൾ ചെറിയ മക്കളെ അടിക്കുന്ന പോലെ അല്ലെങ്കിൽ വഴക്ക് പറയുന്ന പോലെ വലിയവര് ചെയ്യാറില്ല. ഒരു അച്ഛനാണ്, അവര് വലുതായി അവർക്ക് മക്കൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അവരെ കൊച്ചുങ്ങളെ പോലെ പെരുമാറി, പണ്ട് കണ്ടിരുന്ന പോലെ തന്നെ കണ്ട് പെരുമാറി കഴിഞ്ഞാൽ പണി കിട്ടും. മക്കൾ വലുതായി കഴിഞ്ഞാൽ അവരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളായിട്ട് കണക്കാക്കണം, അല്ലെങ്കിൽ ഇവിടെ പണി കിട്ടും. അതാണ് ഇവിടെ കാണിക്കുന്നത്. പ്രത്യാശയ്ക്ക് വകയുണ്ട്, പക്ഷെ നിങ്ങളൊന്ന് സോഫ്റ്റ് ആവണം എന്നാണ് പറയുന്നത്. നിങ്ങളും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി വ്യക്തി പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് കൊണ്ട് ആ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാലേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ ഒരു സൊല്യൂഷൻ പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. 28-ാം തീയതിക്കുള്ളിൽ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ക്ഷമയോടെ ഈ വ്യക്തിയോട് സംസാരിക്കണം എന്നാണ് പറയുന്നത്. ചിലര് വളരെയധികം വേദനയും നിഗ്ലക്റ്റും, നിഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ അവഗണന സഹിക്കുമ്പോഴാണ് അവർക്ക് ദേഷ്യം വരിക. മക്കളാണെങ്കിൽ പോലും അച്ഛനോ അമ്മയോ അവഗണിച്ചു, ഒരു മകളോ നന്നായിട്ട് പഠിക്കും, മറ്റേയാള് പഠിക്കുന്നില്ല. അപ്പൊ എപ്പോഴും ഒരു തലവേദന. എല്ലാവരോടും പറയുമ്പോൾ യൂഷ്വലി ഞാൻ എന്ത് ചെയ്യുന്നാണ് പറയുന്നത്. അത് ആ കുട്ടിയുടെ മനസ്സിൽ മുറിവാവും. അപ്പൊ ആ കുട്ടി അത് കേട്ട് എന്നെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്നൊരു ഇതിലാണ് വളർന്നത്. പിന്നെ അത് ഡിഫെൻസീവ് ആവും. വലുതാവുമ്പോ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവർക്ക് പിന്നെ നിങ്ങളെ നോക്കേണ്ട കാര്യമില്ല, അവര് രണ്ടു കാലം നിൽക്കാൻ പ്രാപ്തരായി. അപ്പൊ പക്ഷെ ആ ഒരു എനർജി, നിങ്ങൾ കൊടുത്ത വേദന, അറിഞ്ഞോ അറിയാതെ നിങ്ങൾ കൊടുത്ത വേദന അത് മാറില്ല, ഇത് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള വന്നിട്ടുള്ളത് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ഏരീസ്, അക്വേറിയസ്, സാജിറ്റേറിയസ്, ഏരീസ്. അപ്പൊ ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ സോളിനെ ടച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. ഇതിലൊരു സൊല്യൂഷൻ കാണാതെ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയുമായ ആരോഗ്യ സൗഖ്യവും അറിഞ്ഞു തന്ന് അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.